എന്താണ് UDFന്റെ നില? തൽക്കാലം കുറച്ച് വോട്ട് വേണം, അതിങ്ങ് പോരട്ടെ എന്നാണ്. അത് വർഗീയതയെ കൂട്ടിയായാലും തൽക്കാലം കുറച്ച് വോട്ടും 4 സീറ്റും അതിന് പ്രാധാന്യം കൊടുത്തുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത്. എവിടെ എത്തുന്നു അത്? ഒരുപാട് കാലത്തെ അനുഭവം നമുക്കുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. 2016 കേരള നിയമസഭയിൽ ഒരു BJP അംഗം കടന്നു വന്നു. BJPക്ക് അമിത ആഹ്ലാദം. ആദ്യമായിട്ട് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ആഹ്ലാദം എങ്ങനെയാ ആ ആഹ്ലാദം ഉണ്ടായത്? നിയമത്ത് സാധാരണ കോൺഗ്രസിനുള്ള വോട്ട് കാണാനില്ല. അതെവിടെ പോയി? അതന്വേഷിക്കുമ്പോഴാണ് അടുത്ത മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ. എന്തൊരു രാഷ്ട്രീയ നെറികേടാണെന്ന് നോക്കണം. നേരത്തെ ഇതുപോലെ ഒരുപാട് ആലോചനകൾ നടന്നതാണ്. അതെല്ലാം പുറത്തായി പോയത് കൊണ്ട് നടന്നിരുന്നില്ല. 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതേ നിയമത്ത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു, ഇവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു. സഖാവ് ശിവൻകുട്ടി നിയമസഭയിൽ വന്ന് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. തൃശ്ശൂരിൽ നിന്നൊരു BJP സ്ഥാനാർത്ഥി ജയിച്ചു വന്നു. BJPക്ക് അമിതാഹ്ലാദം സ്വാഭാവികം. എങ്ങനെയാ ജയം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് 86,000 കാണാനില്ല. അതെവിടെ പോയി? അതല്ലേ BJPയുടെ ജയത്തിന് കാരണം? ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങൾ ജയിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്, ജയിക്കുമെന്ന് കണക്കാക്കിയതാണ്. പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങളെ വോട്ട് 16,000 വർദ്ധിച്ചു 2019 നിന്ന്. അത്ര പോരായിരുന്നെന്ന് പറയാം, പക്ഷേ 16,000 വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നിങ്ങളെ വോട്ട് എവിടെ പോയി? കിട്ടിയ വോട്ട് എവിടെ പോയി? ഇതാണ് നില. താൽക്കാലിക ലാഭത്തിന് വേണ്ടി കളിക്കുന്ന ചില കളികൾ, ആ കളികൾ ഉണ്ടാക്കുന്ന നാശം ഇപ്പൊ അവിടെ എത്തുന്നു.